നിങ്ങളോട് ചകഞ്ഞോണ്ട് നിന്നോ, ഒരു പണിക്കും പോകണ്ട. താൻ എന്താണോ മിണ്ടാത്തെ? എന്ത് കോപ്പാണെന്ന്? തനിക്ക് മാത്രമേ പണിയില്ലാത്തയോളോ, ബാക്കി എല്ലാവർക്കും പണിയുണ്ടല്ലോ. താൻ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് സുഖിച്ചോ? ഈ കാലമാരുടെ കേട്ട് അന്ന് തുടങ്ങിയതാ എന്റെ ഈ കഷ്ടകാലം. താൻ ഇങ്ങനെ തിന്നുക ഉറങ്ങുക ഇങ്ങനെ ഇരുന്നോ? ബാക്കിയുള്ളവനുണ്ടല്ലോ ഇവിടെ കഷ്ടപ്പെടാനായിട്ട്. താൻ കഞ്ഞി വെച്ചായിരുന്നോ? ഓ, അതും എന്റെ തലയില. ഇയാൾക്ക് വല്ല വിഷവും കൊടുത്തായിരുന്നെങ്കിൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടെ. അയാള് തിന്ന പാത്രം പോലും കഴുകി വെച്ചിട്ടില്ല. ഈ പണ്ടാരക്കാലിനെ കെട്ടാതിരുന്നായിരുന്നെങ്കിൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടു പോയോ. എത്ര കല്യാണാലോചനകൾ വന്നതാ, ഒന്നും നടന്നില്ല. ഇത് മാത്രം വന്ന് എന്റെ തലയിൽ കയറി. ഓ ദൈവമേ, നോക്ക്, എല്ലാം നിരത്തിക്കൂട്ടി ഇവിടെ വെച്ചേക്കണം. അടിച്ചു വാരണം, പാത്രം കഴുകണം, കഞ്ഞി വെക്കണം, ജോലി ചെയ്യണം, എല്ലാം എന്റെ തലയില. ചേച്ചിയേ, വാടക കിട്ടിയില്ലല്ലോ. ആ പുറത്തൊരു കിഴങ്ങിനിരിപ്പില്ലേ, അയാളോട് ചെന്ന് ചോദിക്ക്. എവിടെ പോവാ? കടയിൽ പോവാ. ഈ തുണി മുഴുവൻ അലക്കിയിട്ട് പോയാ മതി. മോളുടെ റൂം കണ്ടില്ലേ? ഇനി വൃത്തിയില്ല, മെനയില്ല, ഒന്നുമില്ല. തുണിയൊക്കെ മാറാല പോലെയാ കിടക്കണത്. കെട്ടി തൂക്കിയിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തി മെനക്കും കൊണ്ട് നടന്നുകൂടെ വെക്ക്. എന്തൊരു കഷ്ടം ഇത്. അപ്പനും ശരിയാ, മോളും ശരിയാ. ആ ഗ്ലൂക്കോസ് പൊടിയോ? ഇതൊക്കെ ഇപ്പൊ പാത്രത്തിലായോ? ഗ്ലൂക്കോസ് പൊടിയിൽ നിന്ന് രസിച്ചിരിക്കോ? അമ്മേ, ഇവിടെ ഇരുന്ന് എന്തേലും എടുത്തായിരുന്നോ? മുത്തേ, നീ എവിടെ പോന്നു? എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. എല്ലാ ദിവസവും നീ പോകുന്നുണ്ടല്ലോ. അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ നിന്റെ തന്തയാ, അത് നീ മറക്കണ്ട. തന്ത ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പഠിക്കണം. നിങ്ങൾ എനിക്കൊരു ഡ്രസ്സ് മേടിച്ചു തന്നിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ബിരിയാണി എങ്കിലും. തന്തയാണത്രേ. ഇതാ വരുവാ. ചേട്ടാ, പൈസ മോളെ, പോലീസ് എങ്ങാനും പിടിക്കുവോ? എന്ത് പോലീസ്? നമ്മളെ ആരും പിടിക്കില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കെ. പൈസ കിട്ടിയിട്ട് വേണം മറ്റുള്ളവരെ പോലെ നമുക്കും ജീവിക്കാൻ.
അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരും. അമ്മ ഇതിലേ പൊക്കോ, ഞാനിത് കൊടുത്തേച്ച് വരാം. വിദുരമാമോർമകൾ എന്നന്തരംഗത്തിൽ ഒരുപാട് നേരിൻ വഴികൾ തുറന്നു. നമസ്കാരം. രാസലഹരി സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തിനെതിരെ നമ്മുടെ നാട് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. രാസപദാർത്ഥങ്ങൾ നമ്മുടെ നല്ല ഇടങ്ങളെ, സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിനെതിരെ വലിയൊരു ജാഗ്രത ഇന്ന് സമൂഹം കാണിക്കേണ്ടുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുകയും അതോടൊപ്പം എൻ്റെ ചുറ്റുപാട്, എൻ്റെതായ ഇടങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമൊക്കെയും ലഹരി പദാർത്ഥത്തിൽ നിന്ന് മോചനം നേടുന്നുണ്ട് എന്നും കൂടെ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.